എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. മനോരമ ഓൺലൈനിൽ 3 ആഴ്ച മുമ്പ് വന്ന ഒരു റിപ്പോർട്ടും അതോടൊപ്പം കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള മറ്റൊരു റിപ്പോർട്ടുമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. മനോരമ പത്രത്തിൽ വലിയ ന്യൂസായി വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് കൂടിയുണ്ട്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി മരുന്നുകൾക്ക് ഗുണനിലവാരം ഇല്ല എന്നുള്ള വലിയ റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ നമ്മൾ വില കുറവാണ്, അതുകൊണ്ട് തന്നെ ഗുണനിലവാരവും കുറവായിരിക്കും എന്ന് കരുതുന്ന ജനറ്റിക് മരുന്നുകളുടെ കാര്യം അത് നേരെ തിരിച്ചാണ്. ഗുണനിലവാരം കൂടുതൽ നമുക്ക് സൗജന്യമായിട്ടോ അല്ലെങ്കിൽ വളരെ വില കുറവിലോ ലഭിക്കുന്ന മരുന്നുകളാണ് എന്നുള്ള റിപ്പോർട്ടുമുണ്ട്. തീർച്ചയായിട്ടും വീട്ടിൽ മരുന്ന് വാങ്ങുന്നവർ അല്ലെങ്കിൽ എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പുകളാണ്. വീഡിയോ മുഴുവനായിട്ടും കാണുക. കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുകയും ചെയ്യുക. 2 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ്. ആരും ഈ കാര്യങ്ങൾ അറിയാതെ പോകരുത്. ഇതിൽ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ്. നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. വലിയൊരു തുകയാണ് മരുന്നിനായി ചിലവഴിക്കുന്നത്. എന്നാൽ ബ്രാൻഡ് മരുന്നുകളെ അപേക്ഷിച്ച് ജനറിക് മരുന്നുകൾക്ക് നിലവാരം കുറവാണ് എന്ന തെറ്റിദ്ധാരണയിലാണ് പല ആളുകളും ജീവിക്കുന്നത്. എന്നാൽ ഈ പൊതുധാരണ തിരുത്തുന്ന വിവരങ്ങളാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മരുന്ന് ഗുണനിലവാര ഓഡിറ്റിങ്ങിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മിഷൻ ഫോർ എത്തിക്സ് ആൻഡ് സയൻസ് ഇൻ ഹെൽത്ത് കെയർ എന്ന സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു പഠനം. പൊതുജനങ്ങളിൽ നിന്നും സമാഹരിച്ച ഫണ്ട് ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള പഠനം ഇന്ത്യയിൽ ജനകീയ പങ്കാളിത്തത്തോടെ നടക്കുന്ന ഏറ്റവും വലിയ ശാസ്ത്രീയ ഗവേഷണങ്ങളിൽ ഒന്നാണ്. ഈ മരുന്നുകൾ കേന്ദ്ര സർക്കാരും US FDA അംഗീകരിച്ച അതീവ സുരക്ഷാ ലാബുകളിലാണ് പരിശോധിച്ചത്. പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡ് മരുന്നുകളും പ്രധാനമന്ത്രി ജൻ ഔഷധി മരുന്നുകളും കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ KMSCL വഴി സർക്കാർ നൽകുന്ന മരുന്നുകളും ഒരേപോലെ ഗുണനിലവാരം ഉള്ളതാണ് എന്ന് ലാബ് പരിശോധനയിൽ തെളിഞ്ഞു. മരുന്നിലെ ഘടകങ്ങളുടെ അളവ്, ലയിച്ചു ചേരാനുള്ള കഴിവ്, ശുദ്ധി എന്നിവയെല്ലാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിതരണം ചെയ്യുന്ന വില കുറഞ്ഞ മരുന്നുകളിലാണ് മികച്ച നിലവാരം പുലർത്തിയത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ബ്രാൻഡ് മരുന്നുകളെ അപേക്ഷിച്ച് ജനറ്റിക് മരുന്നുകൾക്ക് 49% വരെ വില കുറവാണ് എന്നതും പ്രത്യേകമായി കണ്ടെത്തലിന്റെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ ആശ്വാസം നൽകുന്ന, സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണ്. അതായത് സർക്കാർ ആശുപത്രികളിലൂടെ നൽകുന്ന മരുന്നുകളും അതിനു പുറമെ ജൻ ഔഷധി, പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങൾ, നമുക്കറിയാം മരുന്നുകൾ വളരെ വലിയ വിലക്കുറവിലാണ് അവിടെ നിന്നും ലഭിക്കുന്നത്. ഇതെല്ലാം മറ്റ് ബ്രാൻഡ് കമ്പനികളുടെ മരുന്നിനേക്കാൾ ഗുണനിലവാരം പുലർത്തുന്നുണ്ട് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ മറ്റ് ബ്രാൻഡുകളുടെ മരുന്നുകൾ ഗുണനിലവാരം ഇല്ല എന്നല്ല, അതിനേക്കാൾ മികച്ചതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി ജൻ ഔഷധിയിലൂടെയും സംസ്ഥാന സർക്കാർ ഗവൺമെൻറ് ആശുപത്രികളിലൂടെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലൂടെയും വിതരണം ചെയ്യുന്ന മരുന്നുകൾക്കും ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. ഗുണനിലവാരമില്ല, വാങ്ങുന്നതെല്ലാം മരുന്നല്ല, പിടിച്ചെടുത്തത് 5.2 കോടി രൂപയുടെ മരുന്ന്, പല പ്രമുഖ കമ്പനികളുടെയും പേരിൽ വ്യാജനും, ഇങ്ങനെയുള്ള ഒരു ഹെഡിങ്ങോട് കൂടിയിട്ടാണ് മനോരമ പത്രത്തിൽ AS ഉല്ലാസ് എന്ന റിപ്പോർട്ടർ ഈ ന്യൂസ് പങ്കുവച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ പ്രത്യേകം പറയുന്ന ഒരു കാര്യം, പിടിച്ചെടുത്തത് 5 ജില്ലകളിൽ നിന്ന് മറ്റു ജില്ലകളിലെ കണക്കുകൾ ഇപ്പോൾ ലഭ്യമല്ല, അതുകൂടി ലഭ്യമാകുകയാണ് എങ്കിൽ കൂടുതൽ ഉണ്ടാകും എന്നുള്ളതാണ്. സർക്കാർ മരുന്നിലും നിലവാരം ഇല്ലാത്തവ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. വിവരാവകാശത്തിന് ലഭിച്ചിട്ടുള്ള മറുപടിയിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് എന്നുണ്ട്. അപ്പോൾ വിശദമായിട്ട് നോക്കുകയാണ് എങ്കിൽ റിപ്പോർട്ട് ഇങ്ങനെയാണ്. 2 വർഷത്തിനിടെ സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തിയിട്ടുള്ള പരിശോധനയിൽ കണ്ടെത്തിയത് 5.2 കോടി രൂപയുടെ ഗുണനിലവാരം ഇല്ലാത്ത മരുന്നുകൾ. വല്ലപ്പോഴും മാത്രം നടത്തുന്ന പരിശോധനയിൽ തെളിഞ്ഞത് കോടികളുടെ തട്ടിപ്പ് എങ്കിൽ നിലവാരം ഇല്ലാത്ത മരുന്നുകൾ ഇതിന്റെ എത്രയോ മടങ്ങ് വിപണിയിൽ ഉണ്ട് എന്നാണ് ആശങ്കയുണ്ടാക്കുന്ന കാര്യം. മറ്റു 9 ജില്ലകളിലെ കണക്കുകൾ കൂടി ചേരുമ്പോൾ മരുന്ന് വിപണിയിലെ തട്ടിപ്പിന്റെ വ്യാപ്തി കുത്തനെ ഉയരും. വൈറൽ പനി, ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങൾക്കുൾപ്പെടെ നൽകുന്ന മരുന്നുകളിൽ ഗുണനിലവാരം ഇല്ലാത്തത് കടന്നു കൂടിയിട്ടുണ്ട് എന്ന് ഡ്രഗ് കൺട്രോൾ വിഭാഗം വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു ജില്ലകളിലെ കണക്കുകൾ ലഭ്യമല്ലാത്തത് പരിശോധന കാര്യക്ഷമമല്ലാത്തത് കാരണമാണ് എന്ന് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നു. നിലവാരം ഇല്ലാത്ത മരുന്നുകളിൽ സർക്കാർ വിതരണം ചെയ്യുന്ന മരുന്നുകളുമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമായ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ 2004 പ്രമേഹം, തലകറക്കം,
വെർട്ടിഗോ തുടങ്ങിയ രോഗങ്ങൾക്ക് പാലക്കാട് ജില്ലയിൽ വിതരണം ചെയ്ത 4.39 കോടി രൂപയുടെ മരുന്ന് ഗുണനിലവാരം ഇല്ലാത്തതാണ് എന്ന് കണ്ടെത്തിയെന്നും വിവരാവകാശ മറുപടിയിലുണ്ട്. ഇവ ഡ്രഗ് കൺട്രോൾ വിഭാഗം പിടിച്ചെടുക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് ഏകദേശം 24,000 മെഡിക്കൽ സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. ഇവയിൽ പരിശോധന നടത്താൻ ആകെ ഉള്ളത് 50ഓളം ഡ്രഗ് ഇൻസ്പെക്ടർമാർ മാത്രമാണ്. പകുതിയോളം മെഡിക്കൽ സ്റ്റോറുകളിൽ വർഷത്തിലൊരിക്കൽ പോലും പരിശോധന നടത്തുന്നില്ല എന്നാണ് വിവരം. പരിശോധനയിൽ മരുന്ന് കണ്ടെടുത്ത് കെമിക്കൽ പരിശോധന കഴിഞ്ഞ് ആ മരുന്നിന്റെ ബാച്ച് മുഴുവൻ നശിപ്പിക്കാൻ ശ്രമം തുടങ്ങുമ്പോഴേക്കും മരുന്നുകളെല്ലാം വിറ്റ് കഴിയും എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് 100 കണക്കിന് മരുന്ന് കമ്പനികളാണ് കേരള വിപണിയിൽ മരുന്ന് എത്തിക്കുന്നത്. പല പ്രമുഖ കമ്പനികളുടെയും പേരിൽ വ്യാജനം ഇറങ്ങുന്നുണ്ട്. കോട്ടയത്ത് മാത്രം 67 ഇനം മരുന്നുകളാണ് ഗുണനിലവാരം ഇല്ലാത്തതെന്ന് കണ്ടെത്തി തടഞ്ഞത്. പ്രമുഖ കമ്പനികളുടെ പേരിൽ തന്നെ വൈറൽ പനിക്കുള്ള വ്യാജ ഗുളികകളും കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് നെയ്യാറ്റിൻകര കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. ഗുണനിലവാരം ഇല്ലാത്തതായി കണ്ടെത്തി പിടിച്ചെടുത്ത മരുന്നുകളുടെ പേരാണ് ഇനി പറയുന്നത്. അറ്റോർവാസ്റ്റാറ്റിൻ, ഇത് കൊളസ്ട്രോളിനുള്ള മരുന്നാണ്. രക്തസമ്മർദ്ദത്തിനുള്ള ക്ലോണിഡിൻ, വെർട്ടിഗോ, തലകറക്കം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ബീറ്റ ഹിസ്റ്റീൻ എന്ന മരുന്നും ആസ്മ, അലർജി എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന മോണ്ടിലുക്കാസ് ലുക്കോട്രിൻ എന്ന മരുന്നും ഗുണനിലവാരം ഇല്ലാത്തതാണ് എന്ന് കണ്ടെത്തി. ആന്റിബയോട്ടിക്കായ ഓഫ്ലക്സാക്സിൻ, രക്തം നേർപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആക്സ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ, നെഞ്ചിരിച്ചിലിനും ഗ്യാസിനും ഉപയോഗിക്കുന്ന റാബി പ്രസ്റ്റോൾ, ഹൃദ്രോഗത്തിന് ഉപയോഗിക്കുന്ന ഐസോസോർബൈഡ് ഡെനിട്രേറ്റ്, നിക്കോറാൻസിൽ, അൾസമൈസിന് ഉപയോഗിക്കുന്ന ഡോണപൈസിൽ, പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന ഗ്ലിമിപ്പിറൈഡ്, ഛർദിക്ക് ഉപയോഗിക്കുന്ന ഓൺട്രാൻസെൻട്രോൺ, ഗ്യാസ്ട്രോക്ക് ഉപയോഗിക്കുന്ന പാൻഡോപ്രസോൾ എന്നിങ്ങനെ പോകുന്നു. ഇവയെല്ലാം നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ഇവ പലതും ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗം ഉൾപ്പെടെ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളുമാണ്. നിലവിൽ 5 ജില്ലയിലെ കണക്കുകൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. മറ്റുള്ളവിടത്ത് പരിശോധന കൃത്യമല്ലാത്തത് കൊണ്ടാണ് കണക്കുകൾ ലഭ്യമല്ലാത്തത്. കോട്ടയത്ത് 16.08 ലക്ഷം രൂപയുടെ മരുന്നും പാലക്കാട് 4.40 കോടി രൂപയുടെ മരുന്നും തിരുവനന്തപുരത്ത് 25.15 ലക്ഷം രൂപയുടെ മരുന്നും ഇടുക്കിയിൽ 24.73 ലക്ഷം രൂപയുടെ മരുന്നും തൃശൂരിൽ 11.14 ലക്ഷം രൂപയുടെ മരുന്നും കുറഞ്ഞ പരിശോധനയിൽ പിടിച്ചെടുത്തു. കൂടുതൽ പരിശോധന നടത്തുകയാണ് കണക്കുകൾ ഇവിടെ നിന്നും വിടും. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് 24,000ഓളം മെഡിക്കൽ സ്റ്റോറുകളിൽ പരിശോധന നടത്താൻ 50ഓളം ആളുകൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു. മറ്റൊരു വീഡിയോ കാണാം. ബൈ.